ഓപ്പൺ മൈൻഡ്, തുറന്ന മനസ്ഥിതി എന്നൊക്കെ പറയും. ഈ ഓപ്പൺ മൈൻഡ് പലരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്, പലർക്കും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. പലരും സ്വയം പറഞ്ഞു നടക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത്. പലരും ഇതുണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഓപ്പൺ മൈൻഡ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഓപ്പൺ മൈൻഡ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. ഓക്കെ, എനിവേ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഓപ്പൺ മൈൻഡിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള വ്യക്തികളുടെ ഒരു പ്രത്യേകത എന്നൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. വെൽക്കം ടു Just Talk. അപ്പോൾ എന്താണ് ഓപ്പൺ മൈൻഡ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓപ്പൺ മൈൻഡ് എന്ന് പറയുന്നത് വായി തോന്നി കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറയുന്നവരല്ല കേട്ടോ നമ്മൾ ഓപ്പൺ മൈൻഡ് എന്ന് പറയുന്നത്. ചിലരുണ്ട് ഈ ഓപ്പൺ മൈൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എല്ലാവരുടെ അടുത്തും എല്ലാം കയറി സംസാരിക്കുന്നവരാണ്, എന്താണ് ബ്ലാ ബ്ലാ സംസാരിക്കുന്നവരാണ് ഓപ്പൺ മൈൻഡ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അങ്ങനെയൊന്നുമല്ല ഓപ്പൺ മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ളവരുടെ വിശ്വാസത്തെ അല്ലെങ്കിൽ നമ്മുടേതല്ലാത്തൊരു വിശ്വാസത്തെ എതിർക്കാതെ അതിനെ എതിർക്കാണ്ട് നമ്മൾ അതിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നവരായിരിക്കും ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള വ്യക്തികൾ എന്നാണ് പറയുന്നത്. അവരുടെ വിശ്വാസം ഓക്കെ, അതിനെ നമ്മൾ തള്ളിക്കളയത്തുമില്ല, ഓക്കെ അതിന് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, അതിന് എതിരായിട്ട് നമ്മളൊന്നും സംസാരിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മളുടേതല്ലാത്തൊരു കാഴ്ചപ്പാടിനെ സ്വീകരിക്കുകയും ചെയ്യുന്നവരായിരിക്കും ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള വ്യക്തികൾ എന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷെ എല്ലാ ആൾക്കാർക്കും ഇത് പെട്ടോളൊന്നൊന്നുമില്ല ഈ ഓപ്പൺ മൈൻഡ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പൊ എല്ലാവരും ഒരുപോലെ ആവുമോ? ഇല്ല. അപ്പോൾ ഓപ്പൺ മൈൻഡ് ഇഷ്ടപ്പെടാത്ത ഒത്തിരി പേരുണ്ട്. ഇഷ്ടപ്പെടാത്തവർ ഓഫ് കോഴ്സ് എങ്ങനെയുള്ളവരായിരിക്കും? അവർ കുറച്ചും കൂടെ പ്രൈവറ്റ് സ്പേസ് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് പേഴ്സൺ ആയിരിക്കും, പ്രൈവറ്റ് സ്പേസ് കീപ്പ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും. അവരധികം ആരോടും അങ്ങനെ വല്ലാണ്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാത്ത വ്യക്തിയായിരിക്കും. അതുപോലെ തന്നെ ഇത്തരക്കാർ ഈ ഒരു പ്രശ്നത്തെ കുറിച്ചിട്ട് അധിക നേരം ചിന്തിച്ചിരിക്കത്തൊന്നുമില്ല. അത്തരം വ്യക്തികളൊക്കെ ആയിരിക്കും ഈ ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇഷ്ടപ്പെടാത്ത വ്യക്തികൾ. ഓപ്പൺ മൈൻഡ് ഉണ്ടാകുമ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ഒരു കാര്യം ഉണ്ടാവുമല്ലോ, ദാറ്റ് ഈസ് ക്ലോസ് മൈൻഡ്. ഓക്കെ, അപ്പോൾ അതിനെ കുറിച്ചിട്ട് എന്താണെന്നുള്ളത് നോക്കാം. ക്ലോസ് മൈൻഡ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം കേട്ടോ. കാരണം ഇത്തരക്കാരെന്ന് പറയുന്നത് ഒരു തെറ്റ് തങ്ങളുടെ കയ്യിൽ നിന്ന് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ കൂട്ടാക്കാണ്ട് ആ തെറ്റിനെ ശരിയാക്കി വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് സംസാരിച്ചിരിക്കുന്നവരായിരിക്കും ക്ലോസ് മൈൻഡ് ആയിട്ടുള്ള വ്യക്തികൾ. ആ തെറ്റ് അംഗീകരിക്കത്തുമില്ല, അത് ശരിയാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇവർക്കൊരൊറ്റ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏത് കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് ഉണ്ടായിരിക്കും, അല്ലേ? അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂസ് ഉണ്ടായിരിക്കും. ഒരാളുടെ ഭാഗത്തു നിന്നും മറ്റൊരാളുടെ ഭാഗത്തു നിന്നൊക്കെ ചിന്തിക്കുമ്പോൾ വേറെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും നമ്മൾ കേൾക്കുന്നുണ്ടായിരിക്കും, അല്ലേ? ചിലപ്പോൾ ഒരു കാര്യം നമ്മൾ നമ്മുടെ രീതിക്ക് ചിന്തിച്ച ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മറ്റൊരു വ്യക്തി ഇന്ന രീതിക്ക് ചിന്തിച്ചുവാണെന്ന് നമ്മളത് കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ചിന്ത വരും, ശരിയാണ്, ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ശരിയാണ്, അത് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ശരിയാണ്, അല്ലേ? പക്ഷേ ക്ലോസ് മൈൻഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് ഒരൊറ്റ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാവുള്ളൂ. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമേ അവർ ചിന്തിക്കത്തുള്ളൂ, സംസാരിക്കത്തുള്ളൂ. അപ്പം എന്തുകൊണ്ടാണ് അത് അങ്ങനെയായി തീർന്നതെന്ന് ചോദിച്ചാൽ രണ്ട് ആൻസർ പറയാം നമുക്ക്. ഒന്ന്, കുട്ടിക്കാലം മുതലുള്ള അവരുടെ ഒരു അനുഭവമായിരിക്കാം. ഇപ്പോൾ പാരൻസ് ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് കുട്ടികളെ വളർത്തിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ വളർന്നു വരുമ്പോഴും ഭയങ്കര ഇങ്ങനെ ഒരു കർക്കശക്കാരായിട്ട് തന്നെ അവരും വളർന്നു വരത്തേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പാരൻസ് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും പിടിച്ച് സംസാരിക്കുന്നവരാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വാശിക്കാരാണ്, എല്ലാം ഉള്ളിലൊതുക്കി നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കുട്ടികളും അങ്ങനെ തന്നെ ആയിരിക്കും ഓട്ടോമാറ്റിക്കലി വരുന്നത്, അല്ലേ? ഓപ്പോസിറ്റ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. വളരെ 1, 2, 3, 4 പേരൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവരും ഈ പാരൻസിനെ പോലെ തന്നെ വളർന്നു വരാനുള്ള ഒരു സാഹചര്യമേ വരുള്ളൂ. പാരൻസും പഠിപ്പിച്ചു കൊടുക്കുന്നവരുണ്ട്, ഇന്ന കാര്യങ്ങളൊന്നും വേറെ ആരോടും പറയരുത്, ഇന്ന കാര്യങ്ങളൊന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി കുട്ടികൾ അങ്ങനെ ആയി വരും. ഓക്കെ, രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ബിലീഫ് സിസ്റ്റം കീപ്പ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്കൊരു വിശ്വാസമുണ്ട്, എനിക്ക് ആ വിശ്വാസത്തിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഞാൻ മാറി ചിന്തിക്കാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ പറഞ്ഞാൽ ഞാനത് കേൾക്കുമോ? ഒരിക്കലും കേൾക്കില്ല. അപ്പം അതുപോലെ നിങ്ങളൊരു ശക്തമായിട്ടുള്ളൊരു ബിലീഫ് സിസ്റ്റം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന കാര്യത്തിനാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്ത് കാര്യം വിശ്വസിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും അതിൽ നിങ്ങൾ വിശ്വസിക്കുന്ന രീതിയാണ്, നിങ്ങൾ ചെയ്യുന്ന രീതിയാണ് കറക്റ്റ് എന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വേറെ ഒരു ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള വ്യക്തിയോ ആരോ ആവട്ടെ, വേറൊരാൾ പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് അംഗീകരിക്കാനേ പറ്റില്ല. നിങ്ങൾ പറയുന്ന, ചെയ്യുന്ന, വിശ്വസിക്കുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരായിരിക്കും ഇത്തരക്കാർ. ഓക്കെ, അപ്പോൾ എങ്ങനെ നോക്കുമ്പോഴും കുറച്ചും കൂടെ ബെറ്റർ എന്ന് പറയുന്നത് ക്ലോസ് മൈൻഡിനേക്കാളും ബെറ്റർ എന്ന് പറയുന്നത് ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലേ? ഈ ഓപ്പൺ മൈൻഡ് ആയിട്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ബ്ലാ ബ്ലാ അല്ല ഉദ്ദേശിക്കുന്നത്. ഓപ്പൺ മൈൻഡ് ആയിട്ടിരിക്കുക എന്ന് പറയുന്ന പല ബെനിഫിറ്റ്സും ഉണ്ട്. ഓപ്പൺ മൈൻഡ് ആയിട്ടിരിക്കുന്ന വ്യക്തികൾക്ക് എന്ന് പറയുന്നത് വിജയങ്ങൾ ധാരാളം കൈവരിക്കാൻ കഴിയുക കേട്ടോ. അങ്ങനെ ഒരു ബെനിഫിറ്റ്സ് ഉണ്ട് ഓപ്പൺ മൈൻഡ് ആയിട്ടിരിക്കുന്നവർ. കാരണം അവർക്കൊരു വിശാല മനസ്സാണല്ലോ. ഈ വിശാല മനസ്സുള്ളവർക്കെന്ന് പറയുന്നത് കുറച്ചും കൂടി ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് അവർക്കുണ്ടായിരിക്കും. എന്ത് കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ഒരു ഡിഫറെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ അവർക്കുണ്ടായിരിക്കും.
അതുപോലെ തന്നെ പെട്ടെന്ന് പല പല സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയുന്നവരായിരിക്കും ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തികൾ എന്ന് പറയുന്നത്. ഇപ്പം ഇന്ന് ഇരിക്കുന്ന സാഹചര്യത്തിൽ നിന്നല്ല നാളെ ഇരിക്കുന്ന പക്ഷേ ഓക്കെ ഫൈൻ, ഇതാണ് ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ട് അതൊരു ഓപ്പൺ മൈൻഡോട് കൂടി സ്വീകരിക്കുക, അതിനെക്കുറിച്ച് സംസാരിക്കുക, അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്ന ചെറിയ കാര്യമാണോ? ഒരിക്കലും അല്ല അല്ലേ. ഞാൻ ഇന്നിരിക്കുന്ന സാഹചര്യത്തിലെ ലൈഫ് ലോങ് ഇരിക്കും എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അല്ല. അപ്പോൾ ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് ഇപ്പോൾ പല പല സാഹചര്യത്തിൽ കൊണ്ടുപോയിട്ടാലും അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ബിഹേവിയർ ഉള്ള ക്യാരക്ടേഴ്സ് ഉള്ള വ്യക്തികളുമായിട്ടാണെന്നുണ്ടെങ്കിലും നല്ലൊരു റിലേഷൻഷിപ്പിൽ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നല്ലൊരു റിലേഷൻഷിപ്പ് എല്ലാവരുമായിട്ട് കീപ്പ് ചെയ്യാനും അവർക്ക് പറ്റും. ഇപ്പോൾ നമ്മളൊരാളെ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് സർക്കിളിൽ നമ്മൾ ഇരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് പോലെ തന്നെ നീ പെരുമാറാൻ പാടത്തുള്ളൂ, നീ ചെയ്യാൻ പാടത്തുള്ളൂ, നീ അങ്ങോട്ട് തിരിയാൻ പാടത്തുള്ളൂ പറഞ്ഞാൽ പിന്നെ നടക്കുന്ന കാര്യമല്ലോ അല്ലേ. പ്രത്യേകിച്ച് ഒരു റിലേഷൻഷിപ്പിൽ അങ്ങനെ ഒരിക്കലും നടക്കില്ല. അപ്പം നമ്മൾ എങ്ങനെയാണോ വ്യക്തിയെ കണ്ടത്, പരിചയപ്പെട്ടത്, എങ്ങനെയാണോ അക്സെപ്റ്റ് ചെയ്തത്, എങ്ങനെയാണോ ഇഷ്ടപ്പെട്ടത്, അതുപോലെ തന്നെ ലൈഫ് ലോങ് ആ വ്യക്തിയിൽ ഒരു ചേഞ്ചും കൂടാണ്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മൾ അവരെ മനസ്സിലാക്കി കൂടെ നിർത്തുന്ന ആ ഒരു ബിഹേവിയർ ഇല്ലേ, അത്തരം ബിഹേവിയറൊക്കെ ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് വരത്തുള്ളൂ. ഓക്കെ, എങ്ങനെയാണോ ഒരു സാഹചര്യം, എങ്ങനെയാണോ ഒരു വ്യക്തി അതിനെ അതോടുകൂടി അക്സെപ്റ്റ് ചെയ്യുക, മനസ്സിലാക്കുക, തിരിച്ചറിയുക, കൂടെ കൂട്ടുക എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറൊക്കെ ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ പൊളിയാണെന്നാണ് പറയുന്നത്. ഓക്കെ, വിശാല മനസ്കത ഉണ്ടായിരിക്കും, വിജയങ്ങൾ കൈവരിക്കാൻ പറ്റും, നല്ല നല്ല റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും, നല്ല ഏത് സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റും, ഡിഫറെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ പെർസ്പെക്റ്റീവ് ഉണ്ടായിരിക്കും. അങ്ങനെ ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട് ഈ ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള വ്യക്തികൾ. അപ്പം നിങ്ങൾ ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള വ്യക്തികളാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ.